നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ മൂകാംബിക ക്ഷേത്രം, കുടജാദ്രി ക്ഷേത്രം, അതുപോലെ ശ്രീ മുരുടേശ്വര ക്ഷേത്രം എന്നിവിടങ്ങളിലൊക്കെ പോകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേരളത്തിൽ നിന്നും ട്രെയിൻ യാത്ര ചെയ്ത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ദർശനം നടത്തി തിരിച്ചു വരാം എന്നതിനെക്കുറിച്ചാണ്. അതുപോലെ അവിടുത്തെ ദർശന സമയവും റൂം സൗകര്യവും യാത്രാ സൗകര്യവും ഒക്കെ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മൂകാംബിക യാത്രയിൽ നമ്മൾ ഇറങ്ങേണ്ട റെയിൽവേ സ്റ്റേഷൻ മൂകാംബിക റോഡ് ബൈന്ദൂർ സ്റ്റേഷനാണ്. അവിടെ നിന്നും 28 കിലോമീറ്റർ ദൂരമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ളത്. അതുപോലെ നമുക്ക് കുന്താപുര സ്റ്റേഷനിൽ വേണമെങ്കിലും ഇറങ്ങാം, പക്ഷേ ദൂരം കൂടുതലാണ്, 40 കിലോമീറ്റർ ദൂരമുണ്ട്. കേരളത്തിൽ നിന്നും ഒരുപാട് ട്രെയിനുകൾ ബൈന്ദൂരേക്കുണ്ട്. നേത്രാവതി എക്സ്പ്രസ് ഒക്കെ അതുവഴി പോകുന്നതാണ്. ഞാൻ ചെയ്തത് കൺഫേം ടിക്കറ്റ് എന്ന മൊബൈൽ ആപ്പ് കയറ്റിയിട്ട് അതിൽ നിന്നാണ് ട്രെയിനിൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കിയത്. നിങ്ങൾക്കും ഏതെങ്കിലും ഒരു മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ട്രെയിൻ വിവരങ്ങൾ കൃത്യമായി കിട്ടും. നിങ്ങൾ കയറുന്ന സ്റ്റേഷനും ടു ബൈന്ദൂരും അടിച്ചു കൊടുക്കുക. അതുപോലെ പോകുന്ന തീയതിയും കൂടെ കൊടുത്താൽ അന്ന് ഏതൊക്കെ ട്രെയിനുണ്ട്, പിന്നെ റിസർവേഷൻ ലഭ്യമാണോ, പിന്നെ റണ്ണിങ് സ്റ്റാറ്റസ് എല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ല. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവിടെ എത്തുന്ന സമയം കൂടി കൃത്യമായി മനസ്സിലാക്കുക. ചില ട്രെയിൻ പാതിരാത്രിയിലും പുലർച്ചെയൊക്കെ എത്തുന്നതുണ്ട്. നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യപ്രദമായ ഒരു സമയം ആ ട്രെയിൻ മാത്രം ബുക്ക് ചെയ്യുക. ഞങ്ങൾ എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിലായിരുന്നു കേട്ടോ യാത്ര ചെയ്തത്. രാവിലെ 10 മണിക്കാണ് കണ്ണൂരിൽ നിന്നും കയറിയത്. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, എങ്കിലും തിരക്ക് വളരെ കുറവായിരുന്നു, സ്റ്റോപ്പും കുറവാണ്. അതിന് ബൈന്ദൂർ സ്റ്റോപ്പില്ല, അതുകൊണ്ട് കുന്താപുരയാണ് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ അവിടെ എത്തി. ബൈന്ദൂർ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നിങ്ങൾ ടാക്സിക്കാണ് പോകുന്നതെങ്കിൽ അങ്ങനെ പോകാം. അല്ല ബസ്സിന് പോകണമെങ്കിൽ ഒരു 500 മീറ്റർ മാറിയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. അവിടെ എത്തിയാൽ കൊല്ലൂർ മൂകാംബികയിലേക്ക് ഇഷ്ടം പോലെ ബസ് കിട്ടുന്നതാണ്. പിന്നെ റൂം സൗകര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. കർണാടക ദേവസ്വത്തിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് അവിടെയുണ്ട്, ലളിതാംബിക എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ കർണാടക ദേവസ്വം അക്കോമഡേഷൻ എന്ന സൈറ്റിൽ കയറിയാൽ അത് ബുക്ക് ചെയ്യാം. റൂമിന് ചെറിയ റേറ്റേ ഉള്ളൂ. 200 രൂപ മുതൽ 600 രൂപ വരെയാണ് AC നോൺ AC റൂമുകൾക്ക് ചാർജ് ചെയ്യുന്നത്. അത് വളരെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ അത് കിട്ടാൻ പ്രയാസമാണ്. ഇനിയിപ്പോൾ ഗസ്റ്റ് ഹൗസിൽ റൂം കിട്ടിയില്ല എന്ന് വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട. പ്രൈവറ്റ് ലോഡ്ജുകളും ഒരുപാട് ലഭ്യമാണ്. അവധി ദിവസങ്ങളിൽ റേറ്റ് കൂടുതലായിരിക്കും, ഇല്ലാത്ത ദിവസങ്ങളിൽ 500 രൂപ മുതൽ റൂം കിട്ടും. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡും കൂടി കയ്യിൽ കരുതാൻ മറക്കണ്ട. ശരിക്കും മൂകാംബിക ക്ഷേത്ര ദർശനം ആരംഭിക്കേണ്ടത് സൗപർണിക തീരത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ തൊഴുത ശേഷമാണ്. ഞങ്ങൾ വൈകിട്ടായിരുന്നു മൂകാംബികയിൽ എത്തിയത്. എനിക്ക് തോന്നുന്നു വൈകിട്ട് എത്തുന്നതാണ് നല്ലത് എന്ന്. കാരണം സന്ധ്യക്കും തൊഴുത് രാവിലെ നിർമ്മാല്യ ദർശനവും തൊഴുത് പിന്നെ കുടജാദ്രിയിലേക്ക് പോകാൻ കഴിയും. ദേവിയെ മൂകാംബിക എന്ന് പറയുന്നത് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളുടെ ഐക്യരൂപിണിയായിട്ട് മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ദേവിയുടെ മുന്നിൽ ആരും അണിഞ്ഞൊരുങ്ങി വരാൻ പാടില്ല. ദേവിയുടെ സൗന്ദര്യം ആസ്വദിക്കൂ, അത് ആനന്ദ ലഹരിയായി മാറും. ഏത് ഭാവത്തിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ ആ ഭാവത്തിൽ തന്നെ അമ്മ നമ്മെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ മൂകാംബികയിൽ ആദ്യമായിട്ടാണ് എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങൾ അർപ്പിക്കാൻ കഴിയും. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് സന്ധ്യയ്ക്ക് നിങ്ങൾ ക്ഷേത്രത്തിൽ എത്തുമ്പോഴുള്ള കാര്യങ്ങളാണ് കേട്ടോ. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വഴിപാടുകൾ കഴിപ്പിക്കുക. പെട്ടെന്ന് തന്നെ ക്യൂ നിൽക്കുക. ഒരു 7 മണിക്ക് ശേഷം ശീവേലിയുണ്ട്. അത് പല്ലക്കിലും വെള്ളിത്തേരിലും സ്വർണ്ണരഥത്തിലുമൊക്കെയാണ് കേട്ടോ. അപ്പോൾ സ്വർണ്ണരഥം പ്രദക്ഷിണം വെച്ച് ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ അതിൽ നിന്നും നാണയങ്ങൾ വാരിയെറിയും. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് കിട്ടും. അത് കിട്ടിയാൽ പിന്നെ വളരെയധികം ഐശ്വര്യപൂർണ്ണമാണ് എന്നാണ് വിശ്വാസം. അതിനുവേണ്ടി തിക്കും തിരക്കൊന്നും കൂട്ടണ്ട. നിങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. 8:30 മണിയാകുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും ഒരു കഷായം കൊടുക്കും. അപ്പോൾ നിങ്ങൾ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കഷായത്തിൻ്റെ ക്യൂവിലേക്ക് മാറുക. ഈ കഷായം കുടിച്ചാൽ സർവ്വ രോഗങ്ങൾക്കും ശമനമുണ്ടാകും എന്നാണ് വിശ്വാസം.
അതുപോലെ നമുക്കത് പാത്രത്തിലും തന്നുവിടും. പിന്നെ സ്റ്റീൽ പാത്രം കൊണ്ടുപോകണം. പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോയാൽ അതിൽ അവർ തരില്ല. രാത്രി 9 മണി വരെയാണ് ക്ഷേത്രത്തിലെ ദർശന സമയം. ദർശനം കഴിഞ്ഞ ശേഷം നമുക്ക് പ്രസാദ ഊട്ട് കഴിക്കാം. അത് കഴിഞ്ഞ് റൂമിലെത്തി സുഖമായി കിടന്നുറങ്ങുക. പുലർച്ചെ 5 മണിക്കാണ് നിർമ്മാല്യ ദർശനം ആരംഭിക്കുന്നത്. നേരത്തെ പോയി ക്യൂ നിന്നാൽ നമുക്ക് ഉള്ളിൽ കയറി തൊഴാം. ദർശനത്തിനുള്ള ക്യൂവിൽ ഭയങ്കര തിരക്കുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം അവിടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് പുറത്തുനിന്ന് തൊഴുതിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ 6 മണി മുതൽ കുടജാദ്രിക്കുള്ള ജീപ്പ് സർവീസ് ആരംഭിക്കും. പിന്നെ നേരം വൈകും അങ്ങോട്ടേക്ക് പോകാൻ. മൂകാംബികാദേവിയുടെ സന്നിധിയിൽ വെച്ച് വിദ്യാരംഭമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർ അതൊക്കെ കഴിഞ്ഞ ശേഷം വേണം കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ. ക്ഷേത്രത്തിലെ ദർശന സമയം ഒന്ന് പറയാം. രാവിലെ 5 മണിക്ക് നിർമ്മാല്യ ദർശനം, ഉച്ചയ്ക്ക് 1:30 നടയടയ്ക്കും, ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നട വീണ്ടും തുറക്കുന്നു. 3 മുതൽ വൈകുന്നേരം 6 വരെ ഭക്തർക്ക് ദർശനത്തിന് വേണ്ടി മാത്രമുള്ള സമയമാണ്. തിരക്ക് കുറച്ച് ദർശനം നടത്താൻ വേണ്ടിയാണ് ഇത്തരം ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അതിനാൽ സൗകര്യപ്രദമായി ദർശനം നടത്തുന്നവർക്ക് ഈ സമയം പൂജ അങ്ങനെ നിരവധി ചടങ്ങുകൾ പിന്നെയും ഉണ്ട്. പിന്നെ രാത്രി 9 മണിക്കാണ് നട അടയ്ക്കുന്നത്. മൂകാംബിക ദർശനം കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ പോകുന്നത് കുടജാദ്രിയിലേക്കാണ്. രാവിലെ 6 മണി മുതൽ ജീപ്പ് സർവീസ് ആരംഭിക്കും. ക്ഷേത്രത്തിന്റെ മുന്നിൽ ജീപ്പുകൾ ഉണ്ടാകും. ഇല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് ജീപ്പ് സ്റ്റാൻഡ്. അവിടെ പോയി നമുക്ക് ജീപ്പിൽ കയറാം. കുടജാദ്രിയിലേക്ക് 40 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഒരാൾക്ക് 500 രൂപയാണ് കേട്ടോ ചാർജ്. 8 പേർക്ക് ഒരു ജീപ്പിൽ പോകാം. 70 രൂപ വെച്ച് ആളൊന്നിന് പിന്നെ ചെക്ക് പോസ്റ്റിൽ കൊടുക്കണം. പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോകാൻ കഴിയില്ല. പ്ലാസ്റ്റിക് ബോട്ടിൽ കയ്യിലുണ്ടെങ്കിൽ അതിന് 50 രൂപ വെച്ച് നമ്മൾ ചെക്ക് പോസ്റ്റിൽ അടക്കണം. തിരിച്ചു വരുമ്പോൾ ആ ബോട്ടിൽ കാണിച്ചാൽ ആ പണം അവർ തിരികെ നൽകുന്നതാണ്. അതിൽ കുറേ ദൂരം ഓഫ് റോഡ് യാത്രയാണ് കേട്ടോ. അതുകൊണ്ട് നടുവേദനയൊക്കെ ഉള്ളവർ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. കുഴപ്പമില്ല. പിന്നെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുന്നവരൊക്കെ ടാബ്ലറ്റ് കഴിക്കുന്നത് നല്ലതാണ്. പോരുന്നതിന് മുമ്പ് ലഘു ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. സർവജ്ഞപീഠം വരേക്കും ജീപ്പ് പോകില്ല. ഒരു 2 കിലോമീറ്റർ ദൂരം നമ്മൾ നടന്ന് വേണം അങ്ങോട്ട് കയറാൻ. അതിൻ്റെ താഴെ ജീപ്പ് നിർത്തും. 1.5 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ മുകളിലേക്ക് നടക്കാനുണ്ട്. നമുക്ക് ആവശ്യമുള്ള കുടിവെള്ളമൊക്കെ കയ്യിൽ കരുതണം. കാരണം മുകളിലെത്തിയാൽ ഇതൊന്നും ലഭിക്കില്ല. അപ്പോൾ നല്ല കാറ്റായിരിക്കും. മഴക്കാലമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ റെയിൻ കോട്ട് കരുതുക. അപ്പോൾ കുട ചൂടിയിട്ടൊന്നും അതിൽ നടക്കാൻ കഴിയില്ല. അതുപോലെ കാറ്റുണ്ടാകും. 2 കിലോമീറ്റർ കുന്ന് കയറാനുണ്ടെങ്കിലും നമുക്ക് വലിയ മടുപ്പൊന്നും തോന്നില്ല. കാരണം നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കാമല്ലോ. അപ്പോൾ അതുപോലെ ഭംഗിയുള്ള സ്ഥലമാണിത്. നല്ല കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നടക്കാം. നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് തിരികെ ജീപ്പിനടുത്തേക്ക് എത്തണമെന്ന് അവർ പറയും. അതുകൊണ്ട് പരമാവധി വേഗം തന്നെ നടന്ന് സർവജ്ഞപീഠം എത്താൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് കുറച്ച് സമയം കൂടുതൽ സർവജ്ഞപീഠത്തിൽ ചെലവഴിക്കാൻ കഴിയൂ. അതുവരെ നടന്ന ക്ഷീണമൊക്കെ അങ്ങ് മാറും സർവജ്ഞപീഠെത്തുമ്പോൾ. അതുപോലെ ഒരു വൈബായിരിക്കും അവിടെ എത്തിയാൽ. ശ്രീശങ്കരാചാര്യർ തപസ്സിരുന്ന് ദേവി പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് സർവജ്ഞപീഠം. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്ന് ധ്യാനിക്കുക. ഇതിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഫുൾ കരിങ്കല്ലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ്. പക്ഷേ നമുക്ക് ഒരുപാട് സമയം അവിടെ ചെലവഴിക്കാൻ സമയമില്ല. നമുക്ക് തിരികെ പോകണ്ടേ. നമ്മളെ കാത്ത് ജീപ്പുകാരൻ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സർവജ്ഞപീഠം കണ്ട സംതൃപ്തിയോടെ നമ്മൾ താഴേക്ക് ഇറങ്ങുന്നു. നമ്മൾ താഴെ ജീപ്പ് നിർത്തിയില്ലേ, അവിടെയും കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ തൊഴുത ശേഷം വേണം മുകളിലേക്ക് കയറാൻ. നേരത്തെ ഞാൻ അത് പറയാൻ വിട്ടുപോയതാണ്. കുടജാദ്രിയിൽ നിന്ന് 1.5 മണിക്കൂർ വീണ്ടും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ തിരികെ മൂകാംബികയിലെത്തും. നിങ്ങൾ രാവിലെയാണ് പോയതെങ്കിൽ ഉച്ചയാകുമ്പോൾ തിരിച്ചെത്താം. ക്ഷേത്രത്തിൽ പ്രസാദ കൂട്ടുണ്ട്. ക്ഷേത്രത്തിൽ പോയി വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, ഇല്ലെങ്കിൽ പുറത്തു നിന്ന് കഴിക്കുക. നമ്മൾ റൂമിൽ തിരികെ എത്തി ഒന്ന് വിശ്രമിച്ച ശേഷം വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. ശ്രീ മുരുടേശ്വരമാണ് അടുത്ത ലക്ഷ്യം. മൂകാംബികയിൽ നിന്നും നേരിട്ട് മുരുടേശ്വരത്തേക്ക് ബസ് സർവീസ് ഇല്ല. നമ്മൾ ബൈന്ദൂർ പോകണം. അവിടെ നിന്നുമാണ് മുരുടേശ്വരത്തേക്ക് പോകേണ്ടത്. ഏകദേശം 2 മണിക്കൂറൊക്കെ ആവും അവിടെ എത്താൻ. ബൈന്ദൂരിൽ നിന്നും ബസ് കയറുമ്പോൾ ലിമിറ്റഡ് സ്റ്റോപ്പിന് കയറുക. ലോക്കൽ ബസ്സിന് കയറിയാൽ കുറേ സ്റ്റോപ്പ് ഉണ്ടാവും. നമ്മൾ മുരുടേശ്വരത്ത് ഇറങ്ങി ഓട്ടോയ്ക്ക് പോകണം. 50 രൂപയാണ് ഓട്ടോ ചാർജ്. അവർ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് എത്തിക്കും. നിങ്ങൾ നേരത്തെ റൂം ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ റൂം എടുക്കുക. അപ്പോൾ 1000-1500 രൂപയ്ക്കൊക്കെ നല്ല റൂം കിട്ടുന്നതാണ്. അപ്പോൾ 1-2 സ്ഥലത്ത് പോയി നോക്കിയ ശേഷം റൂം എടുത്താൽ മതി. റൂമിലെത്തി കുളിച്ച് ഫ്രഷായ ശേഷം നമുക്ക് ക്ഷേത്ര ദർശനത്തിലേക്ക് കിടക്കാം.
നമ്മൾ മുരുടേശ്വരത്ത് ഫസ്റ്റ് കാണുന്നത് രാജഗോപുരമാണ്. അതിന് 20 നില ഉയരമുണ്ട്. അതിൻ്റെ 16ാമത്തെയും 17ാമത്തെയും നിലയിലേക്ക് നമുക്ക് ലിഫ്റ്റിൽ പോകാൻ കഴിയും. മുരുടേശ്വരത്തിൻ്റെ 3 ഭാഗവും കടലാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. ഈ രാജഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറാൻ ഒരാൾക്ക് 30 രൂപ ചാർജാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയാൽ 16ാമത്തെയും 17ാമത്തെയും നിലയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ നിന്നുള്ള കാഴ്ച അടിപൊളിയായിരിക്കും. നിങ്ങൾ വേറൊരു ലോകത്തെത്തിയ പോലെ ഉണ്ടാവും. അതുപോലെ മുരുടേശ്വരം ഫുള്ള് വ്യൂ അവിടെ നിന്നും കാണാൻ കഴിയും നിങ്ങൾക്ക്. ക്ഷേത്രത്തിൻ്റെയും കടലിൻ്റെയും ബീച്ചിൻ്റെയും ഒക്കെ മനോഹരമായ കാഴ്ച കണ്ടിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം. രാത്രിയായാൽ രാജഗോപുരത്തിലെ ലൈറ്റ് ഷോ വേറെ ലെവലായിരിക്കും. പല വർണ്ണങ്ങളിലായിരിക്കും രാജഗോപുരം തിളങ്ങുന്നത്. നമ്മളതിൻ്റെ മുന്നിൽ ഇരുന്നോ കിടന്നോ ഒക്കെ ഇത് ആസ്വദിക്കാം. നമുക്ക് ഒരു പ്രത്യേക അനുഭൂതിയായിരിക്കും. നമ്മൾ എത്ര നേരം വേണേലും അവിടെ ഇരിക്കാൻ തോന്നും. അത്രയ്ക്കും മനോഹരമായൊരു കാഴ്ചയായിരിക്കും അത്. മുരുടേശ്വരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താ? ശ്രീ മഹാദേവന്റെ വലിയ ശില്പം. ആ ശില്പത്തിനുള്ളിലുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ. നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതിലെ കാഴ്ചകൾ നമ്മളെ അതിശയിപ്പിക്കും. ശ്രീ മഹാദേവന്റെ ശില്പത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയും കൊടുക്കണം. ഈ ശില്പത്തിൻ്റെ ഉള്ളിലെ കാഴ്ച എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അത് ശില്പരൂപത്തിൽ അവിടെ നിർമ്മിച്ചു വച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഐതിഹ്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് അവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. മുരുടേശ്വര ക്ഷേത്രത്തിൽ കണ്ടാലും കണ്ടാലും മതിവരാത്തത്രയും കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എത്ര സമയം വേണമെങ്കിലും അവിടെ ചിലവഴിക്കാൻ നമുക്ക് തോന്നും. അതുകൊണ്ട് സമയമെടുത്ത് ഇതൊക്കെ കണ്ടിട്ട് വേണം നിങ്ങൾ തിരിച്ചു പോരാൻ. രാവിലെയും ഉച്ചയ്ക്കുമാണ് ക്ഷേത്രത്തിൽ അന്നദാനം ഉള്ളത്. ഇപ്പോൾ രാവിലത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു ഉപ്പുമാവും പിന്നെ മധുരമുള്ളൊരു അവില് അങ്ങനെ ഒരു സാധനമാണ്. പിന്നെ പാല് പോലത്തെ ഒരു സംഭവമൊക്കെ തരുന്നുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തിറങ്ങി തൊട്ടടുത്തുള്ള കടപ്പുറത്തേക്കൊന്ന് നടന്നാൽ നല്ല പിടയ്ക്കുന്ന മീനെയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ബീച്ചുണ്ട്. അങ്ങനെ ക്ഷേത്ര ദർശനം മാത്രമല്ല ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ മൂകാംബികയും കുടജാദ്രിയും മുരുടേശ്വരവും ഒക്കെ കണ്ട സംതൃപ്തിയോടെ നമുക്കിനി തിരികെ നാട്ടിലേക്ക് മടങ്ങാം. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ബൈന്ദൂർ പോയിട്ട് വേണം തിരിച്ച് നാട്ടിലേക്ക് ട്രെയിൻ കയറാൻ. മുരുടേശ്വരത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് എങ്കിലും എല്ലാ ട്രെയിനും ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാകില്ല. മുരുടേശ്വരത്ത് നിന്നും ബൈന്ദൂരേക്ക് നേരിട്ട് ബസ് കിട്ടിയില്ലെങ്കിൽ ഭട്കൽ ബസ്സിന് കയറിയിട്ട് അവിടെ ഇറങ്ങിയ ശേഷം ബൈന്ദൂരേക്ക് പോയാൽ മതി. നിങ്ങൾ ആദ്യം വരാനുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ റിട്ടേൺ ടിക്കറ്റും കൂടി ബുക്ക് ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടി നല്ലത് തിരികെ പോകാൻ. പിന്നെ ബുക്ക് ചെയ്യാൻ പറ്റാത്തവർ ജനറൽ ടിക്കറ്റിന് കയറിപ്പോകാം. ട്രെയിനിലും ബസ്സിലുമൊക്കെ യാത്ര ചെയ്താൽ ഒരുപാട് പണച്ചെലവില്ലാതെ ചുരുങ്ങിയ ചെലവിൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി നമുക്ക് തിരിച്ചു പോരാവുന്നതാണ്. എല്ലാവരുടെ ആഗ്രഹങ്ങളും സഫലമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ബായ്.